മാർക്കറ്റ് ഏത് രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ട്രേഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ ലാസ്റ്റ് ഡേയ്സ് ഇവിടെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 ഹവറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ നമ്മൾ ലാസ്റ്റ് ഡേയ്സ് കുറച്ച് എൻട്രീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ നമുക്ക് ഇന്ന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു 4 അവർ ടൈം ഫ്രെയിമിൽ നിന്ന് ഒരു സെൽ ഓഫ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 1 അവർ ടൈം ഫ്രെയിമിലും ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സെല്ല് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ നമ്മൾ താഴെ നിന്ന് ഒരു ബൈ ഓൾറെഡി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു കൊടുത്ത ട്രേഡ്. ഈവനിങ് ഒരു 7 o'clock ആയപ്പോഴേക്കും നമ്മളുടെ ഫുൾ TP വന്ന് ഹിറ്റായി. അതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടൊരു ലൈവൊക്കെ പോയായിരുന്നു, യൂട്യൂബ് ലൈവ്. സോ ആ യൂട്യൂബ് ലൈവിൽ നമ്മളൊരു എൻട്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് 1:6 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്ന് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തലേ ദിവസത്തെ റെസ്പോൺസ് തന്നെ നല്ല രീതിയിലുള്ള ഒരു സെൽ റെസ്പോൺസ് ആയിരുന്നു വന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു നമ്മളിന്ന് കാലത്ത് മാർക്കറ്റിൽ നോക്കിയത്. സോ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു IFEG 1 അവറിൻ്റെ IFEG ലെവലിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ കാലത്ത് ഒരു 6:30 ആയപ്പോൾ ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു സെൽ സെറ്റപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. അത് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഫസ്റ്റ് DP തന്നെ നമുക്ക് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ വന്നത് ബ്രേക്ക് ഈവനും ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സെഷനാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്, NFP അതായത് നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസ് ഉണ്ട്. സോ മാർക്കറ്റ് ഏത് രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ട്രേഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ സ്ട്രോങ് ബയാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ബയാസ് തന്നെയായിട്ടാണ് ഞാനിട്ട് കാണുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4423 എന്ന് പറഞ്ഞ ലെവൽ ഒരു DOL ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ആസ് സൂൺ ആ ഒരു ഏരിയ വന്ന് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. ആൻഡ് നമുക്ക് അടുത്ത ഒരു അനാലിസിസ് നോക്കാം. EUR/USD ലാസ്റ്റ് ഡേയ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊരു 4 അവർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഡിസിഷണലായിട്ടുള്ള ഒരു ഡിമാൻഡ് ലെവലിൽ നിന്നാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള റിയാക്ഷൻ കിട്ടി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം മാർക്കറ്റ് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി ഏതാണ് ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു സെൽ ഏരിയ എന്ന് നമുക്ക് നോക്കാം. സോ ലാസ്റ്റ് ഡേയ്സ് ഇവിടെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 അവറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ. സോ പ്രൈസ് വൺസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്കൊരു ഡെയിലി ഓർഡർ ഫ്ലോ ആൻഡ് ഡെയിലി ആയിട്ടുള്ള ഒരു സപ്ലൈ ലെവൽസും അവിടെ സിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ നിന്ന് നമുക്ക് പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അടുത്ത ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബൈ ഏരിയ എന്ന് പറയുന്നതും ഈ കാണുന്ന ഒരു ഏരിയയിലാണ് ഒരു ബൈ ഏരിയ. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ എടുത്ത് ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 100 പിപ്പ് വരെ മൂവ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്ന ബൈ ഏരിയ. ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു ബെയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സെല്ലിലേക്ക് വരുന്ന ചാൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. പക്ഷേ ഒരു NFP പോലുള്ള ഒരു ന്യൂസ് ഇവൻറ്റിൽ ഒരു ബൈ കൺഫർമേഷനോ അല്ലെങ്കിൽ സെൽ കൺഫർമേഷൻ കിട്ടിയാൽ പോലും അവിടെ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാവുന്നതാണ്. സോ കൂടുതലും ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടാർഗറ്റ് വെക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു ബൈ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്തൊരു അനലൈസ് ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു.